മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഇതാ പരീക്ഷാകാലാണ് അല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുകയായിരിക്കും. ടീച്ചർക്ക് ഇന്ന് പറയാനുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണേ, വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ചോദ്യമാണ്. എല്ലാവരും ഇത് കേൾക്കുക, ഇത് പഠിക്കുക. പഠിച്ചിട്ട് ഏത് മോഡലിൽ വന്നാലും അതിങ്ങനെ എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ശ്രുതി എന്നാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മലയാളമാണ് പഠിപ്പിക്കാറ്. എനിക്കിനി ആദ്യം പറയാനുള്ളത് ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി പരീക്ഷ മുന്നിൽ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സൈലത്തില് 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് പൃഥ്വി എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവിടെ എൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തെ ഒരു കളിയാണ് അല്ലേ? അതെങ്ങനെയാണ് ഈ എൻഡ് ഗെയിം നിങ്ങൾക്ക് നടക്കുന്നുണ്ട്? മക്കളെ, എൻഡ് ഗെയിം, പൃഥ്വിയുടെ എൻഡ് ഗെയിമിൽ ഓഫർ ഉണ്ട്. 15% ആണ്. ഓൾറെഡി നമുക്കൊരു മെഗാ ഓഫറൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയും 30% മാത്രമാണ് നിങ്ങൾക്കിനി ഈ ഒരു ആപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ 999 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആദ്യം മുതലുള്ള പാഠങ്ങൾ, ഇനിയിപ്പോൾ ആനുവൽ എക്സാം വരുന്നുണ്ട് അല്ലേ? ആനുവൽ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും പേപ്പറൊന്നും കിട്ടൂലല്ലോ, മാർക്കൊന്നും വേണ്ടല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ബേസ് കിട്ടിയാലും മാത്രമാണ് 6ാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും 5ാം ക്ലാസ്സിൽ തന്നെ പഠിക്കണം. 6ാം ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ USSഉം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് NMMS എല്ലാം കിട്ടാതെ വരുന്നത്, ബേസ് ഇല്ലാതെ പോകുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ഇവിടുന്ന് എൻഡ് ഗെയിമിലൂടെ എൻ്റെ മക്കൾക്ക് കിട്ടും. വൻ ഓഫറാണ്. ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കാണുന്നത് ഈ ഒരു നമ്പറിൽ വിളിക്കുക. ഡെയിലി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. സ്ലൈഡ്സും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ടും ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെയാണ് നമ്മൾ എഴുതി തഴക്കം വരിക കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിൽ താഴെ കിടന്ന ഈ ഒരു നമ്പറിൽ 9954000800 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എളുപ്പം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. എന്തെല്ലാം പഠിക്കണം എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പാഠപുസ്തകം അതുപോലെ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല, അറിഞ്ഞു പഠിക്കണം അല്ലേ? അതിൽ നിന്ന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വരും എന്നറിയണം. അതൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല, നമ്മുടെ ഈ ഒരു പൃഥ്വി ബാച്ചിൽ കൃത്യമായിട്ടും ഓരോ ചാപ്റ്ററിൻ്റെ റിവിഷനും പാഠങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ടെസ്റ്റും ഒക്കെ അവിടെ നടക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആസ്വാദനക്കുറിപ്പില്ല കേട്ടോ, അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആസ്വാദനക്കുറിപ്പിൻ്റെ ഒരു മാതൃക, ഒരു മുൻവർഷ മാതൃക ചോദ്യം നമുക്കൊന്ന് നോക്കാം അല്ലേ? ഇതാണ് ചോദ്യം. ആസ്വാദനക്കുറിപ്പ് എഴുതാം. എന്താണ്? ഒരു കുട്ടി നക്ഷത്രത്തെ നോക്കി നിൽക്കുന്ന ഒരു ചിത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചായിരിക്കും അല്ലേ കവിത. എഴുതിയിരിക്കുന്നത് G. ശങ്കരക്കുറുപ്പാണ്. നമുക്ക് നോക്കാം. കൊച്ചു നക്ഷത്രമേ, കവിതയുടെ പേര് കൊച്ചു നക്ഷത്രമേ എന്നാണ്. കൊച്ചു നക്ഷത്രമേ നിന്നെയാരാ മച്ചിലിരുത്തിയതമ്മയാണോ? വല്ലതും തട്ടിപ്പറിച്ചുവോ നീ, വല്ലാതെ വാശി പിടിച്ചുവോ നീ? അമ്മ കയർക്കുവാൻ എന്തു മൂലം, നമ്മൾ കാണിക്കണം നല്ല ശീലം. കുട്ടി അമ്പിളി മാമനോട് അല്ല, നക്ഷത്രത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. എന്താ പറയുന്നത്? കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിന്റെ മുകളിൽ ഇരുത്തിയിരിക്കുന്നത്? ആകാശത്തെയാണ് ഇവിടെ മച്ച് എന്ന് പറയുന്നത്. മച്ചിലിരുത്തിയതമ്മയാണോ? വല്ലതും തട്ടിപ്പറിച്ചുവോ നീ, വല്ലാതെ വാശി പിടിച്ചുവോ നീ? അമ്മ കയർക്കുവാൻ എന്തു മൂലം, നമ്മൾ കാണിക്കണം നല്ല ശീലം. എന്തുകൊണ്ടാണ് അമ്മ കയർക്കുന്നത് അല്ലേ? നമ്മൾ നല്ല ശീലം കാണിക്കാത്തത് കൊണ്ടല്ലേ അല്ലേ? അതുകൊണ്ടല്ലേ നീ ഇപ്പം അവിടെ ഇരിക്കുന്നത്. താഴേക്കു പോരുവാൻ മോഹമില്ലേ, വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ? താഴേക്കു പോരുവാൻ മോഹമില്ലേ, വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ? നിനക്ക് താഴേക്ക് വരണം എന്ന് ആഗ്രഹമില്ലേ? വീഴാതെ നിനക്ക് ഇറങ്ങാൻ പറ്റുമോ? പിന്നെ ചോദിക്കുകയാണ്,
പൊക്കമില്ലാത്ത ഞാൻ, കുട്ടിക്ക് അത്ര പൊക്കയുള്ളൂ അല്ലേ? പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി, എന്താണ്, നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും. പൊക്കമില്ലാത്ത കുട്ടി എന്ന് പറയാൻ കാരണം എന്താണ്? കുട്ടി താഴെയാണ് അല്ലേ, ഭൂമിയിലാണ്. എന്നാൽ നക്ഷത്രം അങ്ങ് ആകാശത്താണ്. അത്ര പൊക്കമുണ്ടോ കുട്ടിക്ക്? ഇല്ല. ജി ശങ്കരക്കുറുപ്പ് എഴുതിയ കൊച്ചു നക്ഷത്രമേ എന്ന് പറയുന്ന കവിതയാണ്. അതില് എങ്ങനെ ഇതാ ചോദ്യം വരാം. കവിതയിൽ ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ്? ഇഷ്ടപ്പെടാൻ കാരണമെന്ത്? ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. എങ്കിൽ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. മക്കളെ, ആസ്വാദനക്കുറിപ്പ് എന്ന് എഴുതിയാലും വായനാ പരിചയം എന്ന് വന്നാലും ഒക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ഉത്തരം എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാലോ. എങ്ങനെയാ ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്? ആദ്യം ആരാണ് കവിത എഴുതിയത് എന്ന് നമ്മൾ എഴുതണം അല്ലെ. ആരാണ് കവിത എഴുതിയത്? ജി ശങ്കരക്കുറുപ്പാണ് അല്ലേ. ജി ശങ്കരക്കുറുപ്പിന്റെ കവിത. മലയാളത്തിന്റെ പ്രിയ കവി, അങ്ങനെ നമുക്ക് ആരെക്കുറിച്ച് എഴുതാം അല്ലെ. മലയാളത്തിന്റെ പ്രിയ കവി ജി ശങ്കരക്കുറുപ്പിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ് കൊച്ചു നക്ഷത്രമേ എന്നത്. രാത്രി ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തോട് ഒരു കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപത്തിലാണ് കവിത. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഈ കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അല്ലേ. ഈ കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. കൊച്ചു നക്ഷത്രമേ, നിന്നെ ആരാണ് മച്ചിലിരുത്തിയിരിക്കുന്നത് അല്ലേ? നീ വല്ലതും തട്ടിപ്പറിച്ച് വല്ലാതെ വാശി പിടിച്ചോ? അമ്മ എന്തിനാണ്, ഇവിടെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടിടാം. വാശി പിടിച്ചോ അല്ലേ, കോമ. അമ്മ എന്തിനാണ് നിന്നോട് കയർത്തത്? നിന്നോട് എന്തിനാണ് അമ്മ കയർത്തത്? എന്തോ വികൃതി കാണിച്ചിട്ട് കൊച്ചു നക്ഷത്രത്തോട് അമ്മ കയർത്തു എന്നാണ് കുട്ടി കരുതുന്നത് അമ്മ ദേഷ്യപ്പെട്ടു. അതിനാലാണ് ഈ കൊച്ചു നക്ഷത്രം എവിടെ ഇരിക്കുന്നത്, മച്ചിലൊളിച്ചിരിക്കുന്നത് എന്ന് കുഞ്ഞ് കരുതുകയാണ്. അപ്പോൾ ഈ കവിത എന്താണ് പറയുന്നത്? ചുരുങ്ങിയൊരാശയം നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ കൂട്ടുകാരിയോടെന്ന പോലെ ഉപദേശം നൽകുകയാണ്. എന്താണ്? നമ്മൾ നല്ല ശീലം കാണിക്കണം അല്ലേ. നിനക്ക് താഴേക്ക് പോകാൻ മോഹമുണ്ടോ? വീഴാതെ ഇറങ്ങുവാൻ പറ്റുമോ? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പൊക്കമില്ലാത്ത ഞാൻ കൈകൾക്ക് പൊക്കി നിൽക്കുകയല്ലാതെ എന്ത് ചെയ്യുമെന്ന് കുട്ടി സങ്കടപ്പെടുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതി ആരാണ് കവിത എഴുതിയിരിക്കുന്നത്, എന്താണ് കവിതയുടെ പേര് എന്ന്. പിന്നെ നമ്മൾ ഇതിൻ്റെ ആശയമാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ ഒരു പൊതുവായ അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും അല്ലേ. ഇതിലുപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങളെ പറ്റി പറയാനുണ്ടാവും. താളമുണ്ടോ, ഈണമുണ്ടോ അല്ലേ, ആശയ ഭംഗിയുണ്ടോ എന്നൊക്കെ. കുട്ടികൾ നിഷ്കളങ്കരാണ് എന്നും ചുറ്റുമുള്ള എന്തിനോടും അവർ കൂട്ടുകാരോടെന്ന പോലെ കൗതുകത്തോടെ സംസാരിക്കുമെന്നും ഈ കവിത നമ്മളോട് പറയുന്നു. ആദ്യ വായനയിൽ തന്നെ വല്ലാത്ത ഇഷ്ടം തോന്നുന്ന വരികളാണ് കവിതയിലുള്ളത്. അത് നമ്മളെ അഭിപ്രായമാണ് അല്ലേ. ആകാശത്താണ് നക്ഷത്രമുള്ളത്. അതിനെ കവി മച്ചിലിരിക്കുന്നു എന്നാണ് വിശേഷിപ്പിച്ചത്. മച്ച് എന്ന് പറഞ്ഞാൽ വീടിൻ്റെയൊക്കെ തട്ടിൻപുറമാണ് അല്ലേ. അപ്പോൾ കുട്ടി ഇവിടെ മച്ചായിട്ട് കാണുന്നത്, വീടിൻ്റെ തട്ടിൻപുറമായിട്ട് കാണുന്നത് ആകാശത്തിനെയാണ്. അപ്പോൾ മച്ചിലിരിക്കുന്നു എന്നാണ് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. താളഭംഗി കൊണ്ടും, നല്ല താളത്തിൽ ചൊല്ലാൻ പറ്റുന്നില്ലേ, അപ്പോൾ താളഭംഗി കൊണ്ടും ശബ്ദഭംഗി എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളോ വാക്കുകളോ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് ശബ്ദഭംഗി എന്ന് പറയാം. കൊച്ചു നക്ഷത്രമേ നിന്നെയാരാ മച്ചിലിരുത്തിയതമ്മയാണോ? ഈ 2 വരിയിലും വന്നപ്പോൾ അതിനൊരു ഭംഗി. അടുത്ത ആദ്യത്തെ 2 വരി തുടങ്ങിയിരിക്കുന്നത് വായിലാണ്. വല്ലതും തട്ടിപ്പറിച്ചുവോ നീ, വല്ലാതെ വാശി പിടിച്ചുവോ നീ. അതാണ് അല്ലേ ശബ്ദഭംഗി. അങ്ങനെ ഇങ്ങോളം മുകളിൽ നിന്ന് കവിതയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്താണ് ശബ്ദഭംഗിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്ത് എഴുതാൻ പറ്റും? താളഭംഗി കൊണ്ടും, താളഭംഗി നമുക്ക് താളത്തിൽ ഒരു താളമുണ്ടോ അതിനെന്ന്. ശബ്ദഭംഗി കൊണ്ട് സുന്ദരമായ ഈ കവിത എനിക്ക് ഏറെ ഇഷ്ടമായി. പിന്നെ നമ്മൾ എഴുതണം ഇഷ്ടവരി. ഇഷ്ടവരി എന്താണ്? ഇഷ്ടവരി എഴുതുക. ഇഷ്ടവരിയും
കാരണവും എന്തുകൊണ്ടാണെന്നത് ഞാൻ എഴുതിയത്. താഴേക്ക് പോരുവാൻ മോഹമില്ലേ, വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ. താഴേക്ക് പോരുവാൻ മോഹമില്ലേ, വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ വരിയാണ് എന്ന വരിയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. കാരണം കൊച്ചു നക്ഷത്രത്തെ തൻ്റെ ലോകത്തേക്ക് മാടി വിളിക്കുന്ന ഒരു കുഞ്ഞിനെ ഈ വരികളിൽ കാണാം, അല്ലേ? ഈ വരികളിൽ കാണാം. അത് നമ്മൾ കാരണം പറഞ്ഞ് നിർത്തുന്നു. അതുകൊണ്ട് മനോഹരമായ ഒരു കവിതയാണ് ഇത് എന്നും നമുക്ക് എഴുതാട്ടോ. അപ്പോൾ ഇഷ്ടവരിയും കാരണവും പറയുമ്പോഴത്തേക്ക് ഈ കവിതയ്ക്ക് മനോഹരമായൊരു ആസ്വാദനക്കുറിപ്പ് അല്ലെ വായനാക്കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജി ശങ്കരക്കുറുപ്പാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ടീച്ചർ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എൻഡ് ഗെയിം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. വീണ്ടും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. എന്നാലേ നോട്ടിഫിക്കേഷൻ 5ാം ക്ലാസ്സിൽ വീഡിയോ വന്നിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ അറിയുള്ളൂ. അതുപോലെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ തന്നെ ഉണ്ട്. ഫോർ മോർ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സൈലം ക്ലാസ് 5 എന്നുള്ളിടത്തിൽ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.